ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മിത്രയും ആര്യനും കൂടി വീട്ടിൽ കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു. മിത്രയ്ക്കാണെങ്കിൽ ഭയങ്കര പേടിയായി ഇപ്പോൾ ഇവിടെ നിൽക്കാനായിട്ട്. നമുക്ക് പോകാം ആര്യ, നമുക്കിവിടെ നിൽക്കണ്ട ആര്യ, എനിക്ക് പേടിയാ ആര്യ എന്നൊക്കെ ഇങ്ങനെ പറയുന്ന സമയത്ത് ഞാൻ ഇന്നിനി ജോലിക്ക് പോകുന്നില്ല, അത് പോരെന്ന് ചോദിച്ചു ആര്യൻ. ആര്യ നമുക്ക് പോകാം ആര്യ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ അത്ര നിർബന്ധമാണെങ്കിൽ നീ പോയിക്കോ, ഞാൻ എങ്ങോട്ടും വരുന്നില്ല എന്ന് ആര്യൻ അന്നേരം പറഞ്ഞു. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ മിത്ര പെട്ടെന്ന് സോറി ആര്യ, ഞാൻ പെട്ടെന്ന് എനിക്കിതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും പെട്ടെന്ന് ഒരു വിഷമവും ടെൻഷനും ഒക്കെ വന്നതുകൊണ്ട് ഞാൻ പറഞ്ഞതാ, സോറി എന്നോട് ക്ഷമിക്ക്, നമുക്കിതൊക്കെ റെഡിയാക്കി ഇടണ്ടേന്ന് ചോദിച്ചപ്പം വേണ്ട എന്ന് പറഞ്ഞു. ഇത് മാറ്റാതെ ഇപ്പോൾ ഇതെങ്ങനെ ശരിയാന്ന് ആര്യ, ആകെ വൃത്തികേടായിട്ട് കിടക്കുകയല്ലേ എന്ന് മിത്ര ചോദിച്ചപ്പം വരട്ടെ, ഇതൊക്കെ ഇങ്ങനെ തന്നെ കിടക്കട്ടെ, ഇനി അഥവാ പോലീസിൽ പരാതി കൊടുക്കേണ്ടി വന്നാൽ നമ്മളുടെ കയ്യിൽ തെളിവും കാര്യങ്ങളൊക്കെ വേണമല്ലോ, ഇതിങ്ങനെ തന്നെ കിടക്കട്ടെ, നീ പിടിക്കുക എന്നും പറഞ്ഞുകൊണ്ട് ആരും ചെന്ന് വാതിൽ തുറന്ന് ഇവരെ അകത്തേക്ക് കയറ്റാൻ തുടങ്ങി. മിത്രയായിട്ട് അകത്ത് കയറാൻ തുടങ്ങിയപ്പോഴേക്കും കൂട്ടുകാരൻ്റെ കോള് വന്നു. അങ്ങനെ കൂട്ടുകാരനുമായിട്ട് സംസാരിച്ച് വീട്ടിൽ നടന്ന കാര്യങ്ങളെല്ലാം ആരും കൂട്ടുകാരനായിട്ട് പറയുക. അതൊക്കെ കേട്ട് കൂട്ടുകാരനെ ഇങ്ങനെ എന്തൊക്കെയോ പറഞ്ഞു കൊടുത്തു. ഇതെല്ലാം കഴിഞ്ഞ് രാത്രിയായി. മിത്രയും ആര്യനും കൂടി ഇങ്ങനെ നിൽക്കുന്ന ഈ സമയത്ത് ആര്യൻ മിത്രയെ വിളിച്ചു. അതെ, ഞാൻ വിശ്വനെ കണ്ട് ഓടി വരാം, നീ വാതിലടച്ചിട്ട് ഇരുന്നോ, പേടിക്കണ്ട എന്ന് പറഞ്ഞു. ആര്യനിപ്പോൾ പുറത്തിറങ്ങണ്ട ആര്യനാണ് എൻ്റെ ധൈര്യമെന്ന് നമ്മുടെ മിത്ര പറയുമ്പം ഞാനാണ് ധൈര്യമെങ്കിൽ ഞാൻ പറയുന്നത് നീ വിശ്വസിക്കുക, ഒന്നും സംഭവിക്കാൻ പോകണില്ല എന്ന് ആര്യൻ മിത്രയോട് പറയാം. അപ്പോൾ എനിക്കെന്തോ ഇതുവരെ ഇല്ലാത്ത ഒരു പേടിയൊക്കെ തോന്നുന്നു ആര്യ, എന്തൊക്കെയോ സംഭവിക്കാൻ പോകുന്നത് പോലെ തോന്നണേ എന്ന് പറഞ്ഞിങ്ങനെ മിത്ര പേടിയോടെ സംസാരിക്കുന്നു. നമ്മുടെ ജീവിതം മാറി മറിയാൻ പോകുന്നത് പോലെ, നമ്മളെ ആരൊക്കെയോ വളഞ്ഞു പിടിക്കാൻ ശ്രമിക്കുന്നത് പോലെ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ആരൊക്കെ വളഞ്ഞു പിടിക്കാൻ ശ്രമിച്ചാലും നമ്മൾ ചെന്ന് വളയത്തിൽ വീഴാതിരുന്നാൽ പോരെ എന്ന് ആര്യൻ അന്നേരം ചോദിച്ചു. ആര്യ, അവർ നേരിട്ടല്ല നമ്മളെ അപകടിച്ചത്, ആദ്യം പച്ചക്കറി തട്ടിയെടുത്തു, പിന്നെ വീടിൻ്റെ പൂമുഖം അത് അലങ്കോലമാക്കി, അതായത് നമ്മളെ ജീവിക്കാൻ സമ്മതിക്കാതിരിക്കുക, അതാണ് അവർ ഉദ്ദേശിച്ചിരിക്കുന്നത്, അതുകൊണ്ട് അവരിങ്ങനെയൊക്കെ ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ മിത്രം ഇങ്ങനെ പറയാം. എനിക്കിത് കയ്യും കാലും ഒക്കെ ഇപ്പോഴും വിറയ്ക്കുക, സത്യമായിട്ടും അതേ ആര്യ, ഒരു അപായമണി മുഴങ്ങുന്നത് പോലെയൊക്കെ എനിക്ക് തോന്നുന്നത്. ഇന്ന് രാത്രി ജീവിതത്തിൽ എന്തൊക്കെയോ സംഭവിക്കാൻ പോകുന്നു എന്ന് ആരോ ഉള്ളിലിരുന്ന് പറയുകയാണെന്നൊക്കെ പറയുന്നത് കേട്ടപ്പം ഇത്ര നീ ധൈര്യമായിട്ടിരിക്കേ, കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു ആര്യൻ. ഞാൻ നല്ല ധൈര്യത്തിൽ തന്നെയാണ് കുറച്ച് ദിവസമായിട്ട് ജീവിച്ചിരുന്നത്, ആര്യൻ്റെ കൂടെ സന്തോഷത്തോടെ ജീവിക്കാൻ വേണ്ടി തന്നെ. പക്ഷേ ആ സന്തോഷമൊക്കെ അവസാനിക്കാൻ പോവുകയാണോ എന്ന് പോലും എനിക്കിപ്പോൾ സംശയമാണെന്ന് പറഞ്ഞപ്പോൾ മിത്ര, ഞാനൊന്ന് വിശ്വനെ കണ്ടിട്ട് വരട്ടെ എന്നും പറഞ്ഞിങ്ങനെ പോകാൻ ഇറങ്ങുമ്പോൾ ആര്യ എന്നെ ഒറ്റയ്ക്കാക്കിയിട്ട് പോവല്ലേ ആര്യ പ്ലീസ് എന്നും പറഞ്ഞ് ആര്യനെ കെട്ടിപ്പിടിച്ചു മിത്ര. ഹേയ് മിത്ര, നീ ഒന്ന് വിട്ടേ, ഒന്ന് വിട് മിത്ര, വിട്ടേ എന്നും പറഞ്ഞുകൊണ്ട് പിടിച്ചു വലിച്ചു മാറ്റി നിർത്തി. അപ്പോഴേക്കും മനുഷ്യനോടെ തല പുകഞ്ഞു നിൽക്കുക. നിനക്ക് കുട്ടിക്കളിയാണോ എന്ന് ചോദിച്ച് ദേഷ്യപ്പെടുവാണ് ആര്യൻ മിത്രയോട്. ഞാൻ പലവട്ടം നിന്നോട് പറഞ്ഞിട്ടുണ്ട് ദേഹത്ത് തൊട്ട് കളിക്കരുതെന്ന്, എനിക്കത് ഇഷ്ടമല്ല എന്ന് ആര്യൻ മിത്രയോട് പറയുന്നു. മിത്ര നിന്ന് കരയുന്നു. സാരി ഉടുപ്പിക്കണം, തല ചീകി തരണം, വല്ലാത്ത കഷ്ടം തന്നെയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആര്യൻ ഇങ്ങനെ മിത്രയോട് ദേഷ്യപ്പെടുമ്പോൾ മിത്ര ഇങ്ങനെ അവിടെ നിന്ന് കരയുവാണ്. മിത്ര നിന്ന് കരഞ്ഞപ്പോൾ ഞാൻ സങ്കടപ്പെടുത്താൻ വേണ്ടി പറഞ്ഞതൊന്നുമല്ല, നീ ഇത് തെറ്റായ രീതിയിൽ എടുക്കുകയും വേണ്ട കേട്ടോ എന്നും പറഞ്ഞിങ്ങനെ, മോശമാണ് എന്നുള്ളൊരർത്ഥത്തിലൊന്നും അല്ല ഞാനത് പറഞ്ഞതെന്ന് പറയുമ്പോൾ സോറി ആര്യ, സോറി, ഇനി ഞാൻ അറിഞ്ഞോ അറിയാതെയോ ആര്യൻ്റെ ദേഹത്ത് തൊടില്ല എന്ന് പറഞ്ഞപ്പം ഞാൻ പറഞ്ഞില്ലേ, ഞാൻ അപ്പോഴത്തെ ദേഷ്യത്തിന് പറഞ്ഞതാ, താനത് കാര്യമാക്കി എടുക്കണ്ട, സോറി. ഇല്ല, ഞാൻ സത്യമാണ് പറഞ്ഞത് ആര്യ, ഇനി ഞാനായിട്ട് ഒരിക്കലും ആര്യന് ഇഷ്ടമില്ലാത്ത ഒന്നും ചെയ്യില്ല. ആര്യൻ എനിക്ക് വലിയൊരു ധൈര്യമാണെന്ന് പറയുമ്പോൾ മിത്ര പറഞ്ഞത് സത്യം തന്നെയാണ്. ഇന്ന് രാത്രി എന്തെങ്കിലും സംഭവിക്കുമെന്ന് എൻ്റെ മനസ്സ് പറയുന്നുണ്ട്, പേടിക്കാനൊന്നുമില്ല, എന്ത് വന്നാലും നമ്മൾ അതിനെ നേരിടുമെന്ന് ആര്യനും മിത്രയോട് പറയുന്നു. അപ്പോൾ അതെ, നമ്മളതിനെ നേരിടും, ഉറപ്പായിട്ടും നേരിടും. കുറച്ച് മുമ്പേ എനിക്കുണ്ടായിരുന്ന പേടിയൊക്കെ ആര്യനെ കെട്ടിപ്പിടിച്ച് കഴിഞ്ഞപ്പോൾ മാറി എന്ന് നമ്മുടെ മിത്ര ഇങ്ങനെ പറയുന്നു. അത് കേട്ട് ആര്യൻ അന്തം വിട്ട് നിൽക്കും കേട്ടോ. ആര്യനൊന്ന് തൊട്ടാൽ മതി, എനിക്ക് ധൈര്യം കിട്ടുമെന്ന് പറഞ്ഞു മിത്ര. എന്നാലും നിൻ്റെ ഉള്ളിൽ ഭയമുണ്ടെന്നൊക്കെ എനിക്കറിയാമെന്ന് ആര്യൻ അന്നേരം പറഞ്ഞ് ഞാൻ വിശ്വനെ വിളിച്ച് ഇങ്ങോട്ട് വരാൻ പറയാം, ഞാൻ പോകുന്നില്ല എന്ന് പറഞ്ഞു. അത് കേട്ടപ്പം മിത്രയ്ക്ക് സമാധാനമായി. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ അതും പറഞ്ഞ് അവിടെ നിൽക്കുന്ന ഈ സമയത്ത് അവിടെ അനന്തനും ഭാര്യയും കൂടെ സംസാരിക്കുക കൃഷ്ണമംഗലത്ത്. അന്ന് കാണിച്ചതുപോലെ എന്തെങ്കിലും അക്രമം അവിടെയും കാണിക്കുമെന്ന് എനിക്ക് പേടിയുണ്ട് എന്നിങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പം അങ്ങനെയൊന്നും ഉണ്ടാകില്ല എന്ന് അനന്തൻ ഭാര്യയോട് പറയുന്നു. ഒന്നും പറയാൻ പറ്റില്ല ഏട്ടാ, മനസാക്ഷി ഇല്ലാത്തവനാ, എന്തും ചെയ്യുന്നവനാ നിങ്ങളുടെ അനിയനെന്ന് പറയുമ്പം നന്ദിതേ, ഞാനൊരു കാര്യം നിന്നോട് പറയാം, ഞാനും അവരും തമ്മിൽ ഒരു ബന്ധവുമില്ല, അതിൽ ഒരു മാറ്റവും ഉണ്ടാകാനും പോകുന്നില്ല എന്നും പറഞ്ഞ് അവരെ ദ്രോഹിക്കാൻ ആരെങ്കിലും ഒരുങ്ങിയാൽ ഞാൻ അപ്പം തന്നെ കൃത്യമായ മറുപടി പറയുകയും ചെയ്യും. അത് കേട്ടപ്പോൾ ഏട്ടാ, നമുക്ക് ഈ വീട്ടിൽ നിന്നും മാറണം ഏട്ടാ, നമുക്കായിട്ടൊരു ജീവിതം വേണ്ടേ എന്ന് നന്ദിത ചോദിക്കുക ഭർത്താവിനോട്. മിത്രയെയും ആര്യനെയും സ്വീകരിക്കുന്നില്ലെങ്കിൽ വേണ്ട, പക്ഷേ നമുക്കൊരു ജീവിതം വേണ്ടേ എന്ന് ഭാര്യ ചോദിക്കുമ്പം വരട്ടെ, നമുക്കത് ആലോചിക്കാം എന്ന് അനന്തം പറഞ്ഞു. ഈശ്വരാ, എന്താ ഇത്, പിള്ളേർക്ക് ആപത്തൊന്നും വരുത്താതിരുന്നാൽ മതിയായിരുന്നു എന്നും പറഞ്ഞ് നന്ദിത ഇങ്ങനെ കരച്ചിലും പ്രാർത്ഥനയും ഒക്കെ ആയിട്ട് ദൈവങ്ങളെ വിളിച്ച് നിൽക്കുന്നു. പക്ഷേ അനന്തൻ്റെ ഉള്ളിൽ ഭയങ്കര സ്നേഹമാണ്. എങ്കിലും
അനന്തരം ഒന്നും പ്രതികരിക്കാതെ അങ്ങനെ ഇരിക്കുക കേട്ടോ. ഇത് കഴിഞ്ഞ് പിന്നെ വിശ്വനെ എന്തൊക്കെയോ വിളിച്ചു വരുത്തിയിട്ട് എന്തോ വാങ്ങിച്ചുകൊണ്ട് വരാനായിട്ട് ആരും പറഞ്ഞു. വിശ്വൻ അതുപോലെ തന്നെ വാങ്ങിച്ചുകൊണ്ട് വന്നു. എന്താണ് ആര്യ ഇതൊക്കെ? നിനക്ക് എന്തെങ്കിലും ഭീഷണി ഉണ്ടോടാ? ഞാൻ വേണമെങ്കിൽ ആൾക്കാരെ വിളിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു കത്തിയോ എന്തോ പിച്ചാത്തി പോലെ ഒരു സാധനമായിരുന്നു. അപ്പോൾ ഒന്നുമില്ലടാ, ഇതൊരു മുൻകരുതലിന് വേണ്ടിയാണെന്ന് പറയുമ്പോൾ നിന്നെ ആ പ്രദീപ മറ്റോ വിളിച്ചിരുന്നോടാ എന്ന് ചോദിച്ചു. വിശ്വൻ, ഇല്ല, എന്നെ ആരും വിളിച്ചില്ല, ഞാൻ പറഞ്ഞില്ലേ ഒരു മുൻകരുതൽ അത്രയേ ഉള്ളടാ, അത്രയും കണ്ടാൽ മതി ഇതിനെന്നും പറഞ്ഞുകൊണ്ട് ആര്യനിങ്ങനെ കൂട്ടുകാരനോട് പറയാം. എന്നിട്ട് അങ്ങനെ അതങ്ങ് കഴിഞ്ഞു കേട്ടോ. ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ ബാലൻ ഇങ്ങനെ അവിടെ ഇരിക്കുവാണ് ദേവമംഗലത്തെ. അപ്പോൾ ആര്യൻ ഇതിൽ എന്തിലും ഇടപെട്ടു, അവനോട് ആര് പറഞ്ഞു ഈ ആവശ്യമില്ലാത്ത കാര്യത്തിലൊക്കെ ഇടപെടാനെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമ്മുടെ ബാലൻ ഇവരോട് എല്ലാവരോടും ചോദിക്കുമ്പോൾ നല്ല ന്യായം. സ്വന്തം അച്ഛനെ കയ്യേറ്റം ചെയ്യുമ്പോഴേ അവൻ കയ്യും കെട്ടി നോക്കി നിന്നില്ലല്ലോ എന്ന് നമ്മുടെ ഗോമതി പറയാം. അവൻ്റെ അമ്മയായതിൽ എനിക്ക് അഭിമാനം തോന്നുവാണെന്നൊക്കെ അന്നേരം ഗോമതി പറഞ്ഞു. അപ്പം അച്ഛൻ്റെ കൂടെ ഞങ്ങളുണ്ട്, ഇനി ആരെങ്കിലും വരട്ടെ അപ്പം കാണാമെന്ന് ആനന്ദും പറഞ്ഞു. ബാലേട്ടാ, നിങ്ങൾ ആര്യനെ ചെന്ന് ഒന്ന് കാണാൻ പറഞ്ഞു അന്നേരം ഗോമതി. അവനെന്തെങ്കിലും ആപത്ത് വരുമോ എന്ന് എനിക്ക് പേടിയുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഈ വിഷയത്തിൽ ഇനി ആർക്കും ഒന്നും സംഭവിക്കില്ല എന്ന് നമ്മുടെ ബാലൻ പറഞ്ഞു. അത് കേട്ടപ്പോൾ അങ്ങനെയൊന്നും പറഞ്ഞാൽ പറ്റില്ല, നമുക്ക് പോലീസിൽ പരാതിപ്പെടാമെന്ന് പറഞ്ഞു മീനു. അതെ, നമുക്കെല്ലാവർക്കും പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി കൊടുക്കാം. അവനോടൊന്നും നേരിട്ട് ഏറ്റുമുട്ടുന്നത് ഈസിയായ കാര്യമല്ല എന്ന് നമ്മുടെ ധർമ്മം പറഞ്ഞു. ഇവരോടൊന്നും നേരിട്ട് തന്നെ ഏറ്റുമുട്ടാനാണ് ഞാൻ പോകുന്നതെന്ന് ബാലൻ. അവന്മാർ ഭീകരന്മാരാ, ഉച്ചയ്ക്ക് ഇവിടെ കാണിച്ചു കൂട്ടിയ പരാക്രമങ്ങൾ അതൊക്കെ ഒന്ന് കാണേണ്ടത് തന്നെയായിരുന്നു. പോലീസ് വന്നാലൊന്നും അവർ പേടിക്കത്തില്ല, പിന്നെയല്ലേ നേരിട്ട് തരി തോപ്പിക്കാൻ പോകുന്നതെന്നൊക്കെ ഗോമതി പറയുക. സമയം കളയാതെ നമുക്ക് പോലീസിൽ പരാതിപ്പെടാം. നിങ്ങൾക്ക് എന്നെ വിശ്വാസം ഉണ്ടെങ്കിൽ ഞാൻ പറയുന്നത് കേൾക്കണം. ഈ രാത്രി കൊണ്ട് ടിപ്പർ പ്രദീപൻ്റെ ശല്യം അത് ഞാൻ അവസാനിപ്പിച്ചിരിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ എങ്ങനെ അവസാനിക്കുമെന്ന് അച്ഛൻ അതുകൂടി ഒന്ന് പറയാൻ പറഞ്ഞു. എങ്ങനെയാണെന്ന് നിങ്ങൾ അറിയണ്ട, അവസാനിക്കും, അത് വിശ്വസിച്ചാൽ മാത്രം മതി, നിങ്ങൾ സുഖമായിട്ട് കിടന്ന് ഉറങ്ങിക്കോ, ഒക്കെ ഞാൻ നോക്കിക്കോളാമെന്ന് ബാലൻ. അപ്പോൾ എങ്ങനെയായാലും ഞങ്ങളൊന്നും അറിയട്ടെ അച്ഛാ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമ്മുടെ ആകാശ് പറയുമ്പം ഞാൻ പറഞ്ഞില്ലേ നിങ്ങളിതിൽ തലയിടണ്ടെന്ന്. ഈ വീട്ടിലേക്ക് ഇനി ഒരു കല്ലെങ്കിലും വന്ന് വീണ നിങ്ങൾ അപ്പം എന്നോട് ചോദിച്ചോ ബാലൻ്റെ പവർ എന്താണെന്ന് ഇനിയാണ് തെളിയാൻ പോകുന്നത്. ഇതേ സമയത്ത് ഈ വാളുമായിട്ട് നമ്മുടെ ആര്യൻ ഇങ്ങനെ അവിടെ റൂമിൽ നിൽക്കുന്നു. അപ്പോഴാണ് നമ്മുടെ മിത്ര റൂമിലേക്ക് കയറി വരുന്നതും ഇത് കാണുന്നതും. ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ മിത്ര ഞെട്ടിയിട്ടോ. ആര്യ, എന്താ ഇതൊക്കെ, എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ കുഴപ്പം വരാനൊക്കെ സാധ്യതയുണ്ടെന്ന് ആര്യൻ അന്നേരം പറഞ്ഞു. മിത്ര അന്നേരം ടെൻഷനായിട്ടിരിക്കാം. പക്ഷെ നീ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, ഞാനല്ലേ കൂടെ ഉള്ളത് എന്ന് ചോദിച്ചു. ആര്യൻ നേരത്തെ ധൈര്യം തന്നതുകൊണ്ട് എൻ്റെ പേടിയൊക്കെ പോയെന്ന് നമ്മുടെ മിത്ര അന്നേരം പറയുക. പിന്നെ എന്നാലും ആര്യ, എനിക്കൊരു എന്തൊക്കെയോ സംഭവിക്കാൻ പോകുന്നൊരു തോന്നലുണ്ട് ആര്യ എന്ന് പറഞ്ഞപ്പോൾ എന്തും സംഭവിക്കാം, ഇതൊരു മുൻകരുതൽ മാത്രമാണെന്ന് പറഞ്ഞു. അപ്പോൾ വഴിയിൽ വെച്ച് നമ്മൾ പച്ചക്കറി തട്ടിപ്പറിച്ചതും അതുപോലെ നമ്മളോട് അക്രമം കാണിച്ചതും ഒക്കെ ഒരേ ആൾക്കാരല്ലേ എന്ന് ചോദിച്ചപ്പം അതെ, ഇന്നലെ അച്ഛനെ തടയാൻ വന്ന അല്ലെങ്കിൽ അച്ഛനെ തല്ലാൻ വന്ന ഒരു പ്രദീപൻ്റെ കളിയായതൊക്കെ, അവൻ്റെ പുറകിൽ നിൽക്കുന്നത് നിൻ്റെ ഇളയച്ചനായിരിക്കും എന്ന കാര്യം നമ്മുടെ ആര്യൻ അന്നേരം മിത്രയോട് പറഞ്ഞു. അങ്ങനെ പടിവാളുമായിട്ട് നിൽക്കുന്ന ആര്യനെ കണ്ട് നമ്മുടെ മിത്ര ഞെട്ടി. സത്യങ്ങളൊക്കെ അറിയും ആര്യൻ ആരാണെന്ന്, അല്ലെങ്കിൽ ആര്യൻ്റെ ധൈര്യം എന്താണെന്നൊക്കെ ഉള്ളത്. അതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ ഗോമതിയും അതുപോലെ മീനും കൂടെ സംസാരിക്കുക, എത്രയും പെട്ടെന്ന് ആ വീട്ടിൽ നിന്ന് മാറുന്നതാണ് നല്ലത്, അല്ലെങ്കിൽ ശരിയാവില്ലെന്നും പറഞ്ഞ് തകർന്നിരിക്കുന്ന നമ്മുടെ ഗോമതിക്ക് മീനു നല്ല പവറായിട്ട് നിന്ന് അങ്ങനെ ഒരു ഒരു ഭയങ്കര ഇത് കൊടുക്കുവാണ്, ഒരു സപ്പോർട്ട് കൊടുക്കുവാണ്. അങ്ങനെ മരുമകളുടെ വാക്ക് കേട്ട് പേടി ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, ഇല്ലേന്ന് ചോദിച്ചാൽ ഇല്ല എന്നൊരവസ്ഥയിലേക്ക് ഗോമതി വരുന്നു. ഇതേ സമയത്ത് ആര്യൻ മിത്രയെ സമാധാനിപ്പിക്കാം. ഗുണ്ടകൾ വരുമെന്നും ആക്രമിക്കുമെന്നൊന്നും അല്ല ഞാൻ പറഞ്ഞത്, നമ്മളൊരു മുൻകരുതൽ എടുക്കണം, അത്രേ ഉള്ളൂ. ചിലപ്പോൾ അങ്ങനെയൊക്കെ സംഭവിക്കും, അത് ശരിയാ. എന്തൊക്കെ സംഭവിച്ചാലും നീ പേടിക്കരുത്, എല്ലാം ഞാൻ നോക്കിക്കോളാം എന്ന് പറയുകയാണ് ആര്യൻ. ചിലപ്പോൾ ഇങ്ങനെ വെറുതെ ഒരു മുന്നൊരുക്കത്തിൽ തീർന്നു പോയേക്കാം, എങ്കിലും അഥവാ ആരെങ്കിലും വന്നാൽ നീ പുറകുവശത്തെ വാതിലിലൂടെ രക്ഷപ്പെട്ടോളണമെന്ന് പറഞ്ഞു. അപ്പം ഇല്ലയെന്ന് പറഞ്ഞു മിത്ര. സെൻറ്റിമെൻറ്റ്സ് കാണിക്കാനുള്ള സമയമല്ല മിത്ര ഇത്, നീ രക്ഷപ്പെടാൻ നോക്കിക്കോളണം, ഞാനാ പറയുന്നത്. എന്തായാലും ശരി, ആര്യനെ ഒറ്റയ്ക്ക് വിട്ടിട്ട് ഞാൻ പോവത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുമ്പോൾ മിത്രേ നീ നിർബന്ധം പിടിക്കരുതെന്ന് പറഞ്ഞു. ഇത് നിർബന്ധം പിടിക്കലൊന്നുമല്ല, എൻ്റെ ഒരു തീരുമാനമാണ്, ആര്യൻ അങ്ങനെയൊന്നും പറയരുത്, ഞാൻ അതനുസരിക്കില്ല എന്ന് മിത്ര ആര്യനോട് പറഞ്ഞു. അങ്ങനെ അതും പറഞ്ഞ് അങ്ങനെ ഇരിക്കുന്ന ഈ സമയത്ത് നമുക്കെന്തും നേരിടാൻ തയ്യാറെടുക്കാമെന്ന് പറഞ്ഞു മീനും അവിടെ ആകാശമായിട്ട് സംസാരിക്കുന്നു. അപ്പോൾ ഇനി എന്ത് സംഭവിച്ചാലും അത് വിട്ടുകൊടുക്കുന്ന പ്രശ്നമില്ല, അതിന് വേണ്ടുന്ന എന്ത് പ്രവൃത്തിയാണെങ്കിലും എൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകും, അവന്മാരെ തകർക്കുമെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ആകാശം മീനുമായിട്ട് സംസാരിക്കുന്നു. അപ്പോൾ ഈ ഒരു പ്രശ്നത്തിൻ്റെ പേരിൽ അവിടെ ഇവിടെ എല്ലാവരും ഇങ്ങനെ മുൻകരുതലുകൾ എടുത്തുകൊണ്ടിരിക്കുക. ആര്യൻ വേണമായിരുന്നു, ആര്യനും കൂടി ഉണ്ടായിരുന്ന ഒരു പവർ ആയേനെ എന്നൊക്കെ പറഞ്ഞു. അപരിചിതർ ആര് വന്നാലും നീ സൂക്ഷിച്ചിടപെട്ടോളണമെന്നും പറഞ്ഞുകൊണ്ട് ആകാശം ഇങ്ങനെ മീനുവിനോട് പറയുന്നു. ഓഫീസിൽ നിന്ന് ഒറ്റയ്ക്കൊന്നും പുറത്തിറങ്ങാനും നിൽക്കരുതെന്ന് പറഞ്ഞപ്പോൾ അതൊക്കെ എനിക്കറിയാം,
അവസ്ഥയുടെ ഗൗരവം അതെന്താണെന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. അത് ഞാൻ മാത്രമല്ല, നമ്മളെല്ലാവരും നന്നായി സൂക്ഷിക്കേണ്ടതുണ്ടെന്ന് മീനു അങ്ങനെ ആകാശിനോട് പറയണം. അങ്ങനെ അതും പറഞ്ഞിങ്ങനെ നിൽക്കുന്നു. പിന്നെ കാണിക്കുന്നത് മിത്രയും അതുപോലെ തന്നെ നമ്മുടെ ആര്യനും അവിടെ ഇരിക്കുന്ന സമയത്ത് വീട്ടുമുറ്റത്തേക്ക് ഒരു ബൈക്കിൻ്റെ ശബ്ദം കേൾക്കുന്നു. ആ ശബ്ദം കേട്ട് കഴിഞ്ഞപ്പോൾ ആര്യയും മിത്രനും അങ്ങനെ ഇരിക്കുകയല്ലേ, മിത്രയും അങ്ങനെ ഇരിക്കുന്നു. ഈ ഒച്ച കേട്ട് ഉമ്മാർ വണ്ടിയിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി വരുവാണ്. ഇറങ്ങി വന്നിട്ട് അപ്പോഴേക്കും നമ്മുടെ ആര്യൻ കയ്യിലുണ്ടായിരുന്ന വാളും കത്തിയൊക്കെ എടുത്തു. ഈ സമയത്ത് ആര്യൻ നീ ഉള്ളിലേക്ക് കയറി പേടിക്കണ്ടെന്ന് മിത്രയോട് പറഞ്ഞു. അപ്പം എൻ്റെ പേടിയൊക്കെ പോയി ആര്യ എന്ന് മിത്ര പറയുന്നു. ഉമ്മമാർ വന്ന് വാതിൽ തട്ടാൻ തുടങ്ങി. തട്ടല്. അപ്പോൾ വാതിൽ തുറക്കടാ എന്ന് പറഞ്ഞു. ഞങ്ങൾ നിൻ്റെ കൂട്ടുകാരാടാന്നൊക്കെ. അപ്പോഴേക്കും ആര്യൻ ഇങ്ങനെ നോക്കുവാണ്. വാതിൽ തുറക്കടാ, വാതിൽ തുറക്ക്, നീ തുറക്കുന്നത് വരെ ഞങ്ങൾ മുട്ടിക്കൊണ്ടിരിക്കുകടാ, തുറക്കടാ എന്ന് പറഞ്ഞുകൊണ്ട് ഇവന്മാർ കിടന്നിങ്ങനെ കാണിക്കാം. തുറന്നില്ല ഞങ്ങൾ ചവിട്ടി പൊളിക്കുമെന്നും പറഞ്ഞുകൊണ്ട് ഇവന്മാർ കാണിക്കുന്നു. ഈ സമയത്ത് നമ്മുടെ ആര്യൻ ചെന്ന് വാതിലങ്ങ് ചവിട്ടി അങ്ങ് തുറന്നു, വലിച്ചിങ്ങ് തുറന്നു. അന്നേരത്തേനും ഇവന്മാർ ഇടിച്ചകത്തേക്ക് കയറി. ദേടാ നമ്മുടെ പിള്ളേരല്ലേടത്, നമ്മുടെ പിള്ളേരുടെ വീടെന്ന് വെച്ചാ ഞങ്ങളുടെ വീടല്ലേ, നമുക്ക് കയറി എടുക്കാടാ, നമുക്ക് ഭക്ഷണം കഴിക്കാടാ, നമുക്കത് എടുക്കാടാ എന്നൊക്കെ പറഞ്ഞു ഇവന്മാർ. പിന്നെ ആര്യനാണെങ്കിൽ ഇവന്മാരോട് ഓരോന്ന് പറയാം, ഞങ്ങൾ ഒരു തരത്തിലും നിങ്ങളുടെ ഇടയിലേക്ക് കടന്നു വന്നിട്ടില്ല, പിന്നെ നിങ്ങൾ എന്തിനാ ഈ തോന്നിയാസം കാണിക്കുന്നതെന്നൊക്കെ ചോദിച്ച ആര്യൻ ഇവിടുന്ന് ഇറങ്ങാൻ പറഞ്ഞു. ഞങ്ങളെ വഴിക്ക് വിട്ടേക്കാൻ പറഞ്ഞു. അപ്പോഴേക്കും എടാ ഇവൻ്റെ നിന്ന് സാഹിത്യം പറയാമെന്ന് വന്ന ഗുണ്ടകൾ. അപ്പോൾ ദയവ് ചെയ്ത് നിങ്ങൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറഞ്ഞു ആര്യൻ. ഇല്ലെങ്കിൽ നീ ഞങ്ങളെ വെട്ടുമെന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ വെട്ടാനും കുത്താനൊന്നും ഇല്ല ഏട്ടാ എന്ന് ആര്യൻ പറഞ്ഞു. പക്ഷെ വേണ്ടി വന്ന എന്തിനും മടിക്കില്ല എന്ന് പറഞ്ഞ് നമ്മുടെ ആര്യൻ ഇങ്ങനെ പറഞ്ഞപ്പോഴേക്കും ഇവന്മാർ വലിയ 2 വടിവാളെടുത്ത് ആര്യൻ്റെ മുന്നിൽ നിൽക്കുക. ആര്യൻ അന്നേരം ഇങ്ങനെ പേടിച്ചു. അപ്പോൾ ഇതിനൊപ്പം വരുവാടാ നിൻ്റെ പിച്ചാത്തി. അപ്പോൾ ആദ്യം ഞാൻ ഈ TV തല്ലി പൊളിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഒരുത്തൻ കയറി TV അടിക്കാൻ തുടങ്ങുമ്പോഴത്തേക്കും വേണ്ടാന്ന് പറഞ്ഞ് ആര്യൻ കയറി തടഞ്ഞു. ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും നമ്മുടെ മിത്ര ചേട്ടാ പ്ലീസ് ഞങ്ങൾ ജീവിക്കാൻ അനുവദിക്കാൻ പറഞ്ഞു ചെന്നപ്പോഴത്തേക്കും നമ്മുടെ മിത്രയെ പിടിച്ചവന്മാർ ഒരൊറ്റ തള്ളു. മിത്രയൊന്നങ്ങ് വീണു. അപ്പം എൻ്റെ ഭാര്യ തൊടുന്നോടാന്ന് ചോദിച്ചുകൊണ്ട് ആര്യൻ ഇവന്മാരെ എടുത്ത് ചവിട്ടിയില്ലേ, വടിവാളുമായിട്ട് വന്നവന്മാരെ ആര്യൻ അവിടെ ഇട്ട് ആടി ചോദിക്ക് ഇടിച്ച് പഞ്ചറാക്കുക. പക്ഷേ ആര്യൻ ഇവന്മാരെ പിടിച്ചു. ഇവന്മാരെ കുറേ ഇടിച്ചു കഴിഞ്ഞിട്ട് ആര്യനെ പിടിച്ച് ആര്യനെ പിച്ചാത്തിക്ക് കുത്താനായിട്ട് ഇവന്മാർ തുടങ്ങുക. ഈ സമയത്ത് ഞങ്ങളിതൊന്നും ചെയ്യല്ലേ ചേട്ടാന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഭയങ്കര കരച്ചിൽ നമ്മുടെ മിത്രയുടെ കരച്ചിൽ കണ്ട് ഇവന്മാർ ചിരിക്കുക. ഒരുത്തൻ പിടിച്ചു വെച്ചേക്കുന്നു ആര്യനെ, മറ്റവനാണെങ്കിൽ ആര്യനെ കുത്താൻ പാകത്തിന് നിൽക്കുന്നു. ആരും വിടടാ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു. ഈ സമയത്ത് ആര്യനെ കുത്താൻ ഇവന്മാർ കയ്യോങ്ങുമല്ല, വന്നിരിക്കുന്നു അടുത്ത രക്ഷകന്മാർ, നമ്മുടെ ബാലൻ പറഞ്ഞു വിട്ട ആൾക്കാർ. അങ്ങനെ അവന്മാർ വന്ന് 2 ഗുണ്ടകളെ എടുത്തിട്ട് ചവിട്ടി കൂട്ടി. ഈ സമയത്ത് നമ്മുടെ ആര്യനെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് വന്നവരിങ്ങനെ നിൽക്കുക. അപ്പോഴേക്കും അണ്ണാ എന്നും പറഞ്ഞുകൊണ്ട് ഈ നിൽക്കുന്നവന്മാർ ഈ ചേട്ടനെ കണ്ട് തൊഴുത് നിൽക്കുന്നു. അങ്ങനെ ബാലൻ ചില്ലറക്കാരനല്ലെന്നുള്ള ഒരു ഞെട്ടിക്കുന്ന രഹസ്യം തന്നെയാണ് പുറത്ത് വരുന്നത്. അത്യാവശ്യം ഗുണ്ടാപ്പടയൊക്കെ നമ്മുടെ ബാലനും ഉണ്ട്. അപ്പം അണ്ണാ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ എൻ്റെ പയ്യൻ്റെ വീട്ടിൽ നിനക്കൊക്കെ എന്താടാ കാര്യം എന്ന് അണ്ണനോട് ചോദിക്കാം. പുറത്തിറങ്ങടാ. അപ്പോൾ എന്തൊക്കെ ഈ പറയുന്നേ? അപ്പോൾ ഇത് എൻ്റെ പയ്യനാ, ഇറങ്ങടാന്ന് പറഞ്ഞു. അപ്പോൾ ഇക്കയ്ക്ക് ഇവൻ കൊട്ടേഷൻ തന്നാണെന്ന് ചോദിച്ചപ്പോൾ കൊട്ടേഷനോ, ഞാനും എൻ്റെ വാപ്പാൻ്റെ സ്ഥാനത്ത് ഇറങ്ങടാന്ന് പറഞ്ഞു ഈ വന്ന ചേട്ടൻ. അപ്പോൾ കളിക്കരുത്, നമ്മൾ തെറ്റരുതെന്ന് പറഞ്ഞപ്പോഴേക്കും തോക്കെടുത്ത് ഇവന്മാരുടെ നേരെ അങ്ങ് വെട്ടിട്ട് ഇത് കണ്ടല്ലോ നീയൊക്കെ, എന്നെക്കുറിച്ച് ഞാൻ പറയാതെ തന്നെ നിനക്കൊക്കെ കാര്യം അറിയാലോ. നിന്റെ പ്രദീപിനെ ഞാൻ വിളിച്ച് പറഞ്ഞോളാം, വേണ്ടി വന്നാലേ ശരിക്കൊന്ന് കാണുകയും ചെയ്യാം. എന്താടാ വേണോന്ന് ചോദിച്ചു. ഇവൻ അനങ്ങില്ല. ചോണയുണ്ടെങ്കിൽ നീ പിള്ളേരുടെ ദേഹത്തൊന്ന് തൊട്ട് നോക്കടാ. അപ്പം ഞങ്ങൾ വിട്ടേക്കാം, ഞങ്ങൾ പൊക്കോളാം, ഇനി ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വരത്തില്ലെന്ന് ഇവന്മാർ പറഞ്ഞു. എങ്കിലേ നിനക്കൊക്കെ നല്ലതെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ പൊക്കോളേക്കാന്ന് പറഞ്ഞപ്പോൾ മാപ്പ് പറഞ്ഞിട്ട് പോടാ, സോറി വെച്ചേ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പോയി. അപ്പം നിങ്ങളുടെ ദേഹത്ത് ഇനി ഒരു തരി മണ്ണ് പോലും വീഴില്ല, അത് വീഴില്ലെന്ന് ഞാനാ പറയുന്നതെന്ന് നമ്മുടെ ആര്യനോടും അതുപോലെ തന്നെ മിത്രയോടും ഈ വന്ന പുള്ളിക്കാരൻ പറയാം. അപ്പോൾ എങ്ങനെ നന്ദി പറയണമെന്ന് അറിയില്ല എന്നും പറഞ്ഞ് നമ്മുടെ മിത്ര പറഞ്ഞപ്പോൾ നന്ദിയൊക്കെ ഇനി ഒരിക്കലും മതിയെന്ന് പറഞ്ഞു ആ ചേട്ടൻ. ആര്യനെ വിശദമായി പരിചയപ്പെടാം, ഇന്നിപ്പോൾ സമയമില്ല, ഉടനെ പോകണമെന്ന് പറഞ്ഞു. ശരി മോനെ എന്നും പറഞ്ഞുകൊണ്ട് അവരങ്ങ് പോയി. ആര്യൻ അന്തം വിട്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ. ഇവർക്കൊന്നും മനസ്സിലാകുന്നില്ല എങ്ങനെ അദ്ദേഹം ഈ സമയത്ത് ഇവിടെ വന്നു. ബാലൻ ഇതിൻ്റെ പിന്നിലുണ്ടെന്നുള്ള ഇവർക്ക് അറിയില്ലല്ലോ. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഈ വന്ന ഗുണ്ടകൾ പുറത്തിറങ്ങി സുബൈർക്ക് വന്നതിനെ പറ്റിയുള്ള കാര്യങ്ങൾ പറയുവാണ് ഈ പ്രദീപിനെ വിളിച്ച്. അദ്ദേഹം നേരിട്ട് തന്നെ വന്നു, ഞങ്ങളെ അവിടെ നിന്ന് ഇറക്കി, ഇനി ഇതിൽ ഇടപെടാൻ പോയേക്കരുത്, ഞങ്ങൾ വിട്ടു എന്നീ ഗുണ്ടകൾ പറഞ്ഞ് ഇവന്മാരവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയി. അപ്പോൾ ആര്യയും ഇത്രനും കൂടെ എങ്ങനെ ഇരിക്കുക. ഇത് കണ്ടോ, ആര്യനും ഞാനും വിചാരിച്ചത് എത്ര സത്യം, നമുക്കൊരാക്രമണം ഉണ്ടാകുമെന്ന് നമ്മൾ നേരിട്ട് കണ്ടില്ലേ. പിന്നെ ആക്രമണം ചെറുക്കാനായിട്ട് ഒരാളെ അയക്കുക, ഇതൊക്കെ എന്താ? ആരായിരിക്കും ഒരു പക്ഷേ അത് ചെയ്തത്? അപ്പം ആരാ അത് ചെയ്തതെന്ന് എനിക്ക് അറിയാമെന്ന് നമ്മുടെ ആര്യൻ അന്നേരം പറഞ്ഞു.
ആര്യൻ എന്നിട്ട് അത് പറഞ്ഞില്ല കേട്ടോ. ആര്യൻ ഇങ്ങനെ ഇരുന്ന് ആലോചിക്കുക. അപ്പം ആരാ അത് ചെയ്തത് എന്നിങ്ങനെ ചോദിച്ചപ്പോൾ ഗോമതി സ്റ്റോർ ബാലനാണെന്ന് പറഞ്ഞു. അത് കേട്ടും ഇത്ര ഞെട്ടി. എൻ്റെ അച്ഛനാണ് ആ വിട്ടത് എന്ന് പറഞ്ഞു. ആണോ? സുബേർ എന്ന ആളെക്കുറിച്ച് ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്. അച്ഛൻ സുബേർ എന്നുള്ള പേര് പറയുന്നത് ചില റംസാൻ ദിവസങ്ങളിലാണെന്നും അച്ഛൻ ഇന്ന് സുബേറിൻ്റെ വീട്ടിലാണ് ഭക്ഷണം എന്ന് പറഞ്ഞ് പോയിട്ടുണ്ടാവും. ആ സുബേർ അങ്കിൾ തന്നെയാണിത്. അപ്പോൾ ആര്യ മറ്റാരേക്കാളും പരസ്പരം മനസ്സിലാക്കുന്ന ആൾക്കാരാണ് ആര്യനും ആര്യൻ്റെ അച്ഛനും. അതെനിക്കറിയാം. എന്നിട്ടും എന്താ ആര്യ ദേ രണ്ടുപേരും ഇങ്ങനെ അകന്നു മാറി നിൽക്കുന്നത് എന്ന് ചോദിച്ചു. ആരുടെ ഭാഗത്താ കുറ്റം? ആര്യനാണോ അങ്കിളിനാണോ കൂടുതൽ വാശി എന്ന് മിത്ര ചോദിക്കുമ്പോൾ ആർക്കാണ് വാശിയെങ്കിലും അത് മിത്രയെ ബാധിക്കുന്ന പ്രശ്നമല്ല, മിത്ര അതിൽ തലയിടണ്ടെന്ന് പറഞ്ഞു. കണ്ടോ, ഒരു ചെറിയ വിഷയത്തിൽ തന്നെ ആര്യന് പെട്ടെന്ന് ദേഷ്യം വന്നു. ശരിയല്ലേ എന്ന് ചോദിച്ചു. എനിക്കിപ്പം മനസ്സിലായി ആര്യൻ തന്നെയാ വലിയ മോശക്കാരനെന്ന്. അങ്കിൾ ഇത്രത്തോളം ഒന്നും ഇല്ല കേട്ടോ. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് എൻ്റെ വ്യക്തിത്വം മാറ്റി വെച്ചാണ് ഞാൻ ആര്യൻ്റെ പിന്നാലെ നടക്കുന്നതെന്ന്. അപ്പം ഞാൻ പറഞ്ഞോ എൻ്റെ പിന്നാലെ നടക്കണമെന്ന്? അപ്പം ഇത്ര ഇങ്ങനെ ആര്യനെ നോക്കുക. ആദ്യ ദിവസം തന്നെ നമ്മൾ രണ്ടുപേരും കൂടെ ചേർന്നൊരു കരാറുണ്ടാക്കിയതല്ലേ, രണ്ടുപേർക്കും അവരവരുടെ ലോകമെന്ന്. നീയും അത് സമ്മതിച്ചത് തന്നെയല്ലേ? അപ്പോൾ അതെ ശരിയാ, ഞാനും അത് സമ്മതിച്ചത് തന്നെയാണ്. പക്ഷേ ഭാര്യയും ഭർത്താവുമായിട്ട് ജീവിച്ചു തുടങ്ങിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ജീവിതം എന്ന് പറയുന്നത് കരാറും പ്രമാണോ ഒന്നുമല്ലാന്ന്. ജീവിതം വിട്ടുവീഴ്ചയും ക്ഷമയും ഒക്കെ ചേർന്ന സുന്ദരമായൊരു സാധനമാണെന്ന്. അതെ, അതൊന്നും എനിക്കറിയില്ല. പക്ഷേ പറഞ്ഞതിൽ നിന്ന് ഒരു വിട്ടുവീഴ്ചയും നീ പ്രതീക്ഷിക്കേണ്ടെന്നും പറഞ്ഞുകൊണ്ട് ആര്യൻ അവിടെ നിന്ന് കയറി പോകുമ്പോൾ ഇത്ര ഇങ്ങനെ നോക്കി നിൽക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു. എന്തായാലും നല്ല അടിപൊളി എപ്പിസോഡായിരുന്നു ഇന്നത്തേത്. ആരും മിസ് ചെയ്ത് കളയാതെ എല്ലാവരും കാണില്ലേ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണേ. നന്ദി.